ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദ പൊട്ടേറ്റോ ലാബ് എന്ന് പറയുന്ന കൊറിയൻ സീരീസിൻ്റെ സെക്കൻഡ് എപ്പിസോഡാണ്. നമ്മൾ ഫസ്റ്റ് എപ്പിസോഡ് ഓൾറെഡി തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത് കണ്ടു നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ തീർച്ചയായിട്ടും അത് ഇഷ്ടപ്പെടും. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് നമ്മുടെ നായികയായിട്ടുള്ള മിയുക്കിങ് അവളുടെ ജോലിയുടെ കാര്യങ്ങളും പിന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ട ആ എക്സിൻ്റെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് മഴയത്ത് വളരെയധികം വിഷമിച്ച് ഇരിക്കുന്നതാണ്. എന്നാൽ ഈ സമയത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ബേഖോ അവിടേക്ക് വന്നിട്ട് അവളുടെ അടുത്ത് നിൽക്കുന്നതാണ്. അവിടെ നിന്ന് കട്ട് ചെയ്ത് പിന്നീട് നമ്മൾ കാണിക്കുന്നത് മീക്യുങ് അവളുടെ അനിയനായിട്ടുള്ള ഹ്വൻ കുങ്ങിനെയും അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഒങ്ജുവിനെയും ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. കാരണം വേറൊന്നല്ല, ഇപ്പം ശരിക്കും ബേഖോ അവരുടെ വീട്ടിലേക്ക് വന്നിരിക്കുന്നത് അവരുടെ വീടിനടുത്തുള്ള ഗസ്റ്റ് ഹൗസ് റെന്റിനെടുത്തിട്ടാണ്. ജോലി സ്ഥലത്ത് ഇയാളെ കണ്ടപ്പം മുതൽ തുടങ്ങിയതാണ് മീക്കിങ്. അതിൻ്റെ ഫ്രസ്ട്രേഷനിൽ അവൾ ഇരിക്കുമ്പോഴാണ് വീട്ടിലും അയാളുടെ മുഖം തന്നെ അവൾ കാണുന്നത്. അങ്ങനെ ഇതെല്ലാം ആലോചിച്ച് ദേഷ്യം വന്ന അവള് എന്തിനാണ് അവൻ ഈ വീട്ടിൽ കയറ്റിയതെന്നൊക്കെ പറഞ്ഞ് ഒങ്ജുവിൻ്റെ അടുത്തും അവളുടെ അനിയൻ്റെ അടുത്തും നന്നായിട്ട് വഴക്കിടാണ്. മാത്രമല്ല പെട്ടെന്ന് തന്നെ അവൻ ഈ ഒരു വീട്ടിൽ നിന്ന് ഇറക്കി വിടാനും അവൾ പറയുന്നുണ്ട്. പിന്നീട് ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവൾ നേരിട്ട് ബേഖോനെ കാണാനായിട്ട് പോവാണ്. അവിടെ ചെന്ന് ആദ്യമേ തന്നെ അവൾ വലിയ കാര്യത്തിൽ പൂക്കളൊക്കെ എറിഞ്ഞ് അവൻ ഈ ഒരു വീട്ടിലേക്ക് വെൽക്കം ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പം തന്നെ നിങ്ങൾക്ക് എന്താ വേറെ ഗസ്റ്റ് ഹൗസ് ഒന്നും കിട്ടിയില്ലേ, എന്തിനാണ് ഈ ഒരു ഗസ്റ്റ് ഹൗസ് തന്നെ നിങ്ങൾ ചൂസ് ചെയ്തേ എന്നൊക്കെ അവനോട് തർക്കിച്ച് ചോദിക്കുന്ന സമയത്ത് അവൻ കരുതി കൂട്ടിയല്ല ഈ ഒരു ഗസ്റ്റ് ഹൗസ് റെന്റിന് എടുത്തതെന്നും അവൻ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്ന പൊട്ടേറ്റോ ലാബിന്റെ ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു ഗസ്റ്റ് ഹൗസ് ഇതായതുകൊണ്ടാണ് ഇവിടേക്ക് വന്നതെന്നും അവൻ പറയുമ്പോൾ മറുത്തൊന്നും തന്നെ പറയാൻ പറ്റാതെ മീക്കിങ് നിൽക്കുകയാണ്. പക്ഷെ പോവും മുമ്പ് ഞങ്ങളുടെ ലാബിനെ നിങ്ങൾ അങ്ങനെ കൊച്ചാക്കി കാണണ്ടെന്നും ഞങ്ങളുടെ ടീമിലുള്ള എല്ലാവരും തന്നെ ആ ഒരു ലാബിന് പുറകിൽ വളരെ വലിയ രീതിയിൽ തന്നെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെന്നും അവൾ പറയുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾ വീട്ടിലായിരിക്കുന്ന സമയത്ത് ഡയറക്ടർ എന്നൊരു രീതിയേക്കാളും പ്രൊഫഷണൽ ലൈഫൊക്കെ മാറ്റിവെച്ച് ഒരു സാധാരണ വ്യക്തിയായിട്ട് പരസ്പരം കാണണമെന്നും അവർ പറയുന്നുണ്ട്. പിന്നീട് ക്യങ് തിരിച്ച് അവളുടെ റൂമിലേക്ക് വരുന്ന സമയത്ത് ഒങ്ജു ആകട്ടെ മ്യൂക്കിങ്ങിൻ്റെ അടുത്ത് അവൾക്ക് എങ്ങാനും ബേഖോയോട് എന്തെങ്കിലും അട്രാക്ഷനൊക്കെ തോന്നി തുടങ്ങിയോ എന്നൊരു ഡൗട്ട് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഒങ്ജു ആകട്ടെ ശരിക്കും ഒരു നോവലൊക്കെ എഴുതുന്ന ഒരു റൈറ്ററാണ്. അവളുടെ ചുറ്റുമുള്ള ലൈഫിലൊക്കെ അവൾ ഇതുപോലെ കഥകൾ കാണുന്ന കാരണമായിരിക്കും നിനക്ക് ഈ മാതിരി മണ്ടത്തരങ്ങളൊക്കെ തോന്നുന്നതെന്ന് മ്യൂക്കിങ് ഈ സമയം പറയുന്നുണ്ട്. പക്ഷെ ഒങ്ജു ആകട്ടെ ഇതൊന്നും ആക്സെപ്റ്റ് ചെയ്യാണ്ട് മ്യൂക്കിങ്ങിൻ്റെ ലൈഫിൽ വന്നിട്ടുള്ള എല്ലാ എക്സ് ബോയ് ഫ്രണ്ട്സിൻ്റെ ലിസ്റ്റും അവിടെ പറയുന്നുണ്ട്. പക്ഷെ എന്തൊക്കെയോ റീസൺസ് കൊണ്ടോ അവൾക്ക് ഇതുവരെ ഒരു റിലേഷൻഷിപ്പും കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റിയിട്ടില്ല. തുടങ്ങുമ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടായി അത് തന്നെത്താനെ നിന്ന് പോവാണ് ചെയ്യാറ്. അങ്ങനെ പിറ്റേ ദിവസം നമ്മുടെ പൊട്ടേറ്റോ ലാബിലാകട്ടെ ബേഖോനെ കുറിച്ച് ഒരു ഡിസ്കഷൻ തന്നെ നടക്കുകയാണ്. കാണാൻ നല്ല ലുക്കാണെങ്കിലും അവൻ വാ തുറന്നു കഴിഞ്ഞാൽ എല്ലാവരെയും ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ ഓരോ വാക്കുകളൊക്കെ പറഞ്ഞ് എല്ലാവരുടെയും മൂഡ് തന്നെ കളയുമെന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് അവരുടെ ഓഫീസിലേക്ക് വളരെ പ്രൊഫഷണൽ ആയിട്ട് തന്നെ ബേഖോ എത്തിയിരിക്കുന്നത് അവർ കാണുന്നത്. പിന്നീട് അവരെല്ലാവരും കൂടി ഫുഡ് കഴിക്കാനായിട്ട് പോകുന്ന സമയത്ത് അവിടേക്ക് നേരത്തെ വീണ സമയത്ത് അവനെ പിടിച്ച് രക്ഷിച്ച കുറച്ച് ലേഡീസ് എല്ലാം വന്നിട്ട് അവനെ പറ്റി ഓരോ കമന്റുകളൊക്കെ പറഞ്ഞ് ബാക്കി എല്ലാവരും ചിരിപ്പിക്കുന്നുണ്ടെങ്കിലും ഈ സമയം ബേഖോ വളരെ അൺകംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുന്നതും നമ്മളെ കാണിക്കുന്നുണ്ട്. പിന്നീട് അവരിറങ്ങിയതിന് ശേഷം മീക്കിങ് അവനെ പോയി കണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ലൈഫിൽ ആദ്യമായിട്ടായിരിക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഇതൊക്കെ നിങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണെന്നൊക്കെ പറയുമ്പോൾ താൻ തന്റെ പരമാവധി എല്ലാ കാര്യങ്ങളും ട്രൈ ചെയ്യാറുണ്ടെന്ന് അവനും പറയുന്നുണ്ട്. ഈ സമയം വൺഹൻ റീറ്റെയിൽ ആണെങ്കിൽ മീക്കിങ്ങിന്റെ എക്സ് ആയിട്ടുള്ള കീസെ അവിടുത്തെ ഒരു സ്ട്രാറ്റജി പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റിലെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. അവൻ ആക്ച്വലി ഇതിനു മുമ്പ് ഒരു കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അവർ ഡിവോഴ്സിന്റെ കാര്യങ്ങളെല്ലാം ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് അവിടുത്തെ CEO ആയിട്ടുള്ള യൂൻ കീസയുടെ അടുത്ത് വന്നിട്ട് ബേഖോട് നീ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ശരിക്കും ഈ കീസയാണ് ബേഖോനെ റീഅസൈൻ ചെയ്തിട്ട് ആ ഒരു ലാബിലേക്ക് അയച്ചിരിക്കുന്നത്. ശരിക്കും ഈ കീസ എന്ന് പറയുന്നത് അത്യാവശ്യം ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഒക്കെ ഉള്ള ഒരാളാണ്. മാത്രമല്ല അവിടുത്തെ ചെയർമാൻ ആയിട്ടുള്ള വങ്ങിനാണെങ്കിൽ കീസേനേക്കാളും കുറച്ചും കൂടി ഇഷ്ടം ബേഖോനോട് തന്നെയാണ്. ആ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് അവൻ ബേഖോനെ ആ ഒരു ലാബിലേക്ക് അയച്ചത്. അത്രയല്ല, ചെയർമാൻ വങ്ങിന് അവൻ്റെ അടുത്ത് ഇത്രയും ഒരു ഇഷ്ടം തോന്നാനായിട്ട് ബേഖോയും ചെയർമാനും തമ്മിൽ എന്തോ ഒരു സീക്രട്ട് ഉള്ളതായിട്ടും അവൻ സംശയിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും കീസയുടെ ഇടയിലും മ്യൂക്കിങ്ങിൻ്റെ ഇടയിലും എന്താ നടന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ലെങ്കിലും കീസെ ഒരു വിധത്തിൽ മ്യൂക്കിങ്ങിനെ പറ്റി തിരക്കി അവൾ ഇപ്പോൾ ബേഖോനെ അവൻ പറഞ്ഞയച്ച അതേ ലാബിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളെല്ലാം അവൻ കണ്ടുപിടിക്കുന്നുണ്ട്. മാത്രമല്ല അവളെ അന്ന് കണ്ടേ പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവന് അവളുടെ ഓർമ്മകളും വരുന്നുണ്ട്. ഈ സമയം നമ്മുടെ മ്യൂക്കിങ്ങിനെ കാണിക്കുകയാണെങ്കിൽ അവളിപ്പോൾ ഒരു കൂട്ടം മുത്തശ്ശിമാരുടെ ഒക്കെ ഒരു ഗ്യാങ്ങിലേക്ക് വന്നിരിക്കുകയാണ്. ഇവളും അവരും നല്ല കമ്പനി ആയതുകൊണ്ട് തന്നെ ബേഖോക്ക് എന്തെങ്കിലും ഒരു പണി കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന അവള് അവനെതിരെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് പിന്നെ പറഞ്ഞ് നാട് ഫുള്ള് പാട്ടായിട്ട് എല്ലാവരും തന്നെ ഇപ്പോൾ അവനെ കാണാനായിട്ട് വന്നിരിക്കുകയാണ്.
അവൾ എന്തൊക്കെയാ അവനെ പറ്റി പറഞ്ഞു കൊടുത്തേന്ന് നമ്മൾ കേൾപ്പിക്കുന്നില്ലെങ്കിലും നല്ല ഡോസിൽ തന്നെ അവൾ പറഞ്ഞത് വെച്ച് അവര് ബേക്കോന്റെ അടുത്ത് വന്ന് ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ച് നിനക്ക് എന്താടാ മാനേഴ്സ് ഇല്ലേ, ഇവിടെ വന്നിട്ട് ഞങ്ങളെ ഇതുവരെ കാണാനൊന്നും വന്നില്ലല്ലോ എന്നൊക്കെ ഓരോന്ന് അവനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവനെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്ത് നിൽക്കുന്നത് കാണുന്ന മീക്കിങ്ങിനാകട്ടെ എന്തോ വലിയൊരു മനസുഖം കിട്ടിയ പോലെയാണ് അവളുടെ നിൽപ്പ്. ഈ സമയം ആ ഒരു വില്ലേജിലെ ഹെഡ് ബേക്കോട് അടുത്ത് വന്ന് ആ ഒരു വില്ലേജിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് അവര് റേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫണ്ടില് അവനും പേ ചെയ്യണമെന്നും അങ്ങനെയെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇവിടെ സമാധാനത്തോടുകൂടി ജീവിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ബേക്കോ വളരെ കൂളായി തന്നെ അവന്റെ വക്കീലിന്റെ ഒരു കാർഡ് എടുത്ത് ആ ഒരു വില്ലേജിലെ തലവിന് കൊടുത്തിട്ട് തനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കത് ലീഗലി നോക്കാമെന്ന ഭാവത്തോടെ അവിടെ നിന്ന് പോവാണ്. അവന്റെ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ട് എല്ലാവരും വളരെ ഷോക്ക്ഡ് ആയിട്ട് ഇത് എന്ത് മനുഷ്യനാണെന്ന ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും മ്യൂക്കിങ്ങിന് അവൾ ഉദ്ദേശിച്ച മാതിരി ഒരാളല്ല ബേക്കോ ഒന്നും. തൽക്കാലത്തേക്ക് അവൾക്കൊന്നും തന്നെ അവനെതിരെ ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവന് കുറെ ഫുഡൊക്കെ കൊണ്ടു കൊടുത്തിട്ട് അങ്ങനെ ഫണ്ട് ചോദിച്ച് പെട്ടെന്ന് എല്ലാവരും കൂടി കയറി വന്നത് അവൾ കാരണമാണല്ലോ എന്നൊക്കെ ആലോചിച്ച് അവനോട് അവൾ സോറി പറയുന്നുണ്ടെങ്കിലും അവൻ അതൊന്നും തന്നെ കാര്യമായിട്ട് എടുക്കാതെ അവൾ പറഞ്ഞതും വക വെക്കാതെ അവിടെ നിന്ന് പോകുന്നുണ്ട്. സംസാരത്തിനിടയിൽ നിങ്ങൾക്ക് എന്താടോ വീട്ടിൽ ഗ്രാൻഡ് പാരൻസ് ഒന്നും ഉണ്ടായിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവന് ഗ്രാൻഡ് പാരൻസും ഇല്ല പാരൻസും ഇല്ലെന്നും അവൻ പറയുമ്പോൾ അത് കേൾക്കുന്ന അവൾക്ക് എന്തോ ഒരു വിഷമം പോലെ തോന്നുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം ബേഖോ ആകട്ടെ ലാബിലേക്ക് പോവാൻ നിൽക്കുന്ന സമയത്ത് അവനെ തടഞ്ഞുകൊണ്ട് 3 മുത്തശ്ശന്മാര് അവിടേക്ക് വന്ന് അവനെ ബ്ലോക്ക് ചെയ്ത് പോവാൻ സമ്മതിക്കാതെ ഇരിക്കുകയാണ്. നിങ്ങൾ എന്താണ് കാണിക്കുന്നതെന്ന് ബേഖോ അവരുടെ അടുത്ത് വന്ന് ചോദിക്കുമ്പോൾ ശരിക്കും അവിടെ ഒരു വൈറ്റ് ലൈൻ കഴിഞ്ഞൊരു റോഡ് അതില് ഒരു മുത്തശ്ശന്റെ ആണെന്നും അത് അവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു റോഡാണെന്നും അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഒരു വക്കീലിനെ കൊണ്ടുവന്നിട്ടും ലീഗലി ആയാലും ആ ഒരു വൈറ്റ് ലൈൻ വിട്ടിട്ട് ബേഖോയ്ക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം ഒരു വക്കീലിനെയും വിളിച്ചിട്ട് കാര്യമില്ലെന്ന് അവന് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ യാതൊരു വഴിയില്ലാതെ അവനൊരു ടാക്സി വിളിച്ച് പോവാന്ന് വിചാരിച്ചാൽ അവിടെ അടുത്തൊന്നും ടാക്സികളും ഇല്ലാത്തതുകൊണ്ട് അവൻ ആകെ സ്റ്റക്കായി പോവാണ്. ഇതേ സമയം ഗസ്റ്റ് ഹൗസിലാകട്ടെ മ്യൂക്കിങ് ലാബിലേക്ക് എത്താനായിട്ടൊരു വഴി അവന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവനെ സംബന്ധിച്ച് അവനതൊരു നാണക്കേടായിട്ട് തോന്നുന്നുണ്ടെങ്കിലും യാതൊരു നിവർത്തിയില്ലാതെ ലാസ്റ്റ് അവൾ പറഞ്ഞ ആ ഒരു കാര്യത്തിന് അവൻ സമ്മതിക്കാണ്. അങ്ങനെ ഒരു പിക്കപ്പ് ട്രക്കിന്റെ ബാക്കിൽ ഇരുന്നു കൊണ്ട് അവൾ ഒരു വിധത്തില് മനഃപൂർവ്വം തന്നെ എല്ലാവർക്കും അവനെ കാട്ടി കൊടുത്തിട്ട് ഒരു വിധത്തില് അവനെ അവൾ എത്തിക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ വന്നിട്ടും അവൻ ഇപ്പോഴും വളരെ സ്റ്റബേൺ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. മാത്രമല്ല നാളെ ഞാൻ എൻ്റെ കാര്യം നോക്കി എങ്ങനെയെങ്കിലുമൊക്കെ വന്നോളാം എന്നും അവൻ പറയുന്നുണ്ട്. പക്ഷെ ഇത്രയൊക്കെ ഉണ്ടായിട്ട് പോലും അവരുടെ ആ ഒരു വില്ലേജിലത്തെ ഹെഡ് പറഞ്ഞ പോലെ അത്രയും ആ ഒരു ഫീ ഡൊണേറ്റ് ചെയ്ത് ട്രാവൽ ചെയ്യാനായിട്ട് അവൻ ആഗ്രഹിക്കുന്നുമില്ല. അങ്ങനെയൊക്കെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുമ്പോഴാണ് അവരുടെ ക്രോപ്പ് ടീമിലുള്ള എല്ലാവരും തന്നെ തലേ ദിവസം കഴിച്ച ടീം ഡിന്നറിനെ തുടർന്ന് ഫുഡ് പോയ്സണിങ് ആയിട്ട് കിടക്കുന്നത്. പക്ഷേ ക്രോപ്പ് ടീമിലെ എല്ലാവരും തന്നെ അങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആയതുകൊണ്ട് മറ്റൊരു പ്രശ്നം കൂടി നടന്നു. അതായത് പുതിയ ക്രോപ്പുകളൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അവർ സംരക്ഷിച്ച് ശേഖരിച്ച് ഉണ്ടാക്കിയെടുത്ത വിത്തുകളെല്ലാം ഇപ്പോൾ ഓരോ പ്രാണിയും പെസ്റ്റുകളും എല്ലാവരും വന്നിട്ട് അതിനെ കേടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ ഒരു വിത്തുകളെല്ലാം സംരക്ഷിച്ച് എത്രയും പെട്ടെന്ന് തന്നെ ക്രോപ്പുകളെ നല്ല രീതിയിൽ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ക്രോപ്പ് ടീം ഇല്ലാത്തത് കൊണ്ട് മ്യൂക്കിങ് അടങ്ങുന്ന പൊട്ടേറ്റോ ലാബിലെ ആളുകൾക്കാണ് ഇപ്പോൾ അതിൻ്റെ ചുമതല കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം അവര് ഫീൽഡിലേക്ക് ഇറങ്ങി ആ വിത്തുകളെല്ലാം എക്സ്പെഷ്യലി ഇവർ തന്നെ കണ്ടൊക്കെ പിടിച്ചിട്ടുള്ള പുതിയ വെറൈറ്റി പൊട്ടേറ്റോസിൻ്റെ വിത്തുകളെ സംരക്ഷിക്കാനായിട്ട് കടമ കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് എനിക്കിങ്ങ് വെറുതെ നിൽക്കുന്ന ബേഖോനെ കാണുമ്പോൾ അവനെയും കൂടി പിടിച്ചു കൊണ്ടുപോകുന്നുണ്ട്. പിന്നീട് അവിടെ എത്തിയതിനു ശേഷം നീ ഞങ്ങളോടൊപ്പം പണിയെടുക്കാനായിട്ട് വന്നില്ലെങ്കിൽ അത് നമ്മുടെ കമ്പനിക്ക് വളരെ വലിയൊരു നഷ്ടമാവുമെന്നും പറയുമ്പോൾ അതിൽ സത്യമുണ്ടെന്ന് മനസ്സിലാക്കുന്ന അവനും ഫീൽഡിലേക്ക് ഇറങ്ങുന്നുണ്ട്. പക്ഷെ ഇങ്ങനൊരു കാര്യം ചെയ്ത് മുമ്പേ അറിയാത്ത അവൻ്റെ കോട്ടും സ്യൂട്ടും ഇട്ടിട്ട് തന്നെ അവൻ്റെ മേത്തേക്ക് തന്നെയാണ് ഓരോ പെസ്റ്റിസൈഡ്സ് ഒക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ ഇവൻ എന്ത് തേങ്ങയടയി കാണിക്കുന്ന എന്ന മട്ടിൽ ബാക്കി എല്ലാവരും അവനെ നോക്കി നിൽക്കുന്നുണ്ട്. മാത്രമല്ല ഇതിനിടയിൽ അവർ സ്പ്രേ ചെയ്യുന്ന പൈപ്പൊക്കെ കാലിൻ്റെ ഇടയിൽ കുടുങ്ങിയിട്ട് അവൻ താഴേക്ക് വീണ് ബാക്കി എല്ലാവരുടെയും എക്സ്പെഷ്യലി നമ്മുടെ മീക്കിങ്ങിന് മുമ്പിലൊക്കെ നന്നായി തന്നെ നാണം കെടുന്നുണ്ട്. അങ്ങനെ പിന്നീട് അവിടെ നിന്ന് തന്നെ കുളിച്ച് ഫ്രഷായി നിൽക്കുന്ന അവനെ കാണുമ്പോൾ മീക്കിങ്ങിന് അവനോട് ചെറിയ ഒരു അട്രാക്ഷനും തോന്നുന്നുണ്ട്. പിന്നീട് അവനും അവൻ്റെ ടീമിലുള്ള എല്ലാവരും കൂടിയിരുന്ന് എല്ലാവരും ഒരുമിച്ച് ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ച് റിലാക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്ന് ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ച് ഫിറ്റ് ആയതുകൊണ്ട് തന്നെ തിരിച്ചു പോവാനായിട്ട് മീക്കങ്ങ് ഒരു ടാക്സി ഡ്രൈവറെ വിളിക്കുന്നുണ്ട്. അങ്ങനെ തിരിച്ച് ആ ഒരു വാനിന്റെ പുറകിൽ ഇരുന്നിട്ടാണ് രണ്ടുപേരും കൂടിയിട്ട് വീട്ടിലേക്ക് എത്തുന്നത്. പിന്നീട്
അവളൊന്ന് മയങ്ങി എണീക്കുമ്പോൾ അവൾ ബേഖോനെ ഹഗ് ചെയ്തിരിക്കുന്ന കാണുന്ന അവൾ തന്നെ പെട്ടെന്ന് അവിടെ നിന്ന് എണീറ്റ് പോകാൻ നോക്കുമ്പോൾ അവനോട് വീണ്ടും ഒരു അട്രാക്ഷൻ തോന്നിയിട്ട് പെട്ടെന്ന് തന്നെ അവള് അവനെ കിസ് ചെയ്യാണ്. ഈ സമയത്ത് അവൻ കണ്ണ് തുറക്കുന്നുണ്ടെങ്കിലും പാതി മയക്കത്തിലാണോ എന്തോ അവനും അത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യുന്നത്. കട്ട ശത്രുക്കളായിട്ടുള്ള അവരുടെ ഇടയിൽ ചെറുതായിട്ട് റൊമാൻസ് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി എന്തായാലും നമ്മുടെ ഡ്രാമ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആണ്. സോ ഗൈസ്, ഒരു എപ്പിസോഡ് പോലും മിസ് ആവാതെ എല്ലാം തന്നെ കാണാനായിട്ട് നോക്കണേ. സോ ടിൽ ദ നെക്സ്റ്റ് വീഡിയോ, ടേക്ക് കെയർ ആൻഡ് ബൈ.